ഇറാൻ യുദ്ധത്തിൽ പങ്കാളികളാകുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത നിരോധിച്ചുകൊണ്ട് സ്പെയിനിന്റെ നിർണായക നീക്കം. സംയുക്ത സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന മുൻ തീരുമാനത്തിനു പിന്നാലെയാണ് വ്യോമപാതയും സ്പെയിൻ ഇപ്പോൾ കൊട്ടിയടച്ചത്. ഇതോടെ പശ്ചിമേഷ്യയിലേക്കുള്ള US വിമാനങ്ങൾ സ്പെയിനിനെ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കേണ്ടി വരും. സ്പെയിനിന്റെ ഈ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. സ്പെയിനുമായുള്ള വ്യാപാര ബന്ധം വെട്ടിക്കുറയ്ക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച യുദ്ധത്തിന് ഒരു തരത്തിലുള്ള സഹായവും നൽകില്ലെന്ന് സ്പെയിൻ പ്രതിരോധ മന്ത്രി മാർഗരിറ്റ റോബിൾസ് വ്യക്തമാക്കി. സൈനിക താവളങ്ങൾക്കോ വ്യോമപാതയ്ക്കോ അനുമതി നൽകില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഇതിൽ ഇളവുണ്ടാകൂ, അവർ കൂട്ടിച്ചേർത്തു. ഇറാൻ വിഷയത്തിൽ ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവാണ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. ഇറാന്റെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. വെനിസ്വേലയിലെ എണ്ണ വ്യവസായം നിയന്ത്രിക്കുന്നത് പോലെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനാണ് അമേരിക്കയുടെ പദ്ധതി. ഇറാന്റെ എണ്ണ കൈക്കലാക്കാനാണ് എനിക്ക് താൽപ്പര്യം. എന്നാൽ അമേരിക്കയിലെ ചില വിഡ്ഢികൾ അത് എന്തിനാണെന്ന് ചോദിക്കുന്നു, ട്രംപ് പരിഹസിച്ചു. സ്പെയിനിന്റെ ഉപരോധവും ട്രംപിനെ ചൊടിപ്പിക്കുന്നുണ്ട്. സ്പെയിനിനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയേക്കും. അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ സൈനികരെ ജീവനോടെ ചുട്ടരിക്കുമെന്ന് ഇറാൻ ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ വരവിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് പറഞ്ഞു. ഖാർഗ് ദ്വീപിൽ അമേരിക്കൻ സൈന്യത്തെ നേരിടാൻ ഇറാൻ വൻ കെണികൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനികരുടെ എണ്ണം 50,000 കടന്നു. യുദ്ധം 5ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യാന്തര വിപണിയിൽ എണ്ണവില 50% വർദ്ധിച്ചു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $116 മുകളിലെത്തിയിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം നീണ്ടുപോകുന്നത് റഷ്യയ്ക്ക് വലിയ ലാഭമുണ്ടാക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. US ആസ്തികളെ ലക്ഷ്യമിടാൻ മാരകമായ മിനി ഡ്രോണുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ റഷ്യൻ വിദഗ്ധർ ഇറാൻ സൈന്യത്തിന് പരിശീലനം നൽകുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യ നേടിയ യുദ്ധപരിചയമാണ് ഇപ്പോൾ ഇറാനുമായി പങ്കുവയ്ക്കുന്നത്. US വാർത്താ പോർട്ടലായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സെലൻസ്കി ഉയർത്തിയ ആശങ്കകൾ പലതാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വ്യാപകമായി ഉപയോഗിക്കുന്ന FPV ഡ്രോണുകളുടെ സാങ്കേതിക വിദ്യ ഇറാൻ സൈന്യത്തിന് കൈമാറിക്കഴിഞ്ഞു. 30 മൈൽ വരെ പരിധിയുള്ള പുതിയ KVS ഡ്രോണുകൾ വികസിപ്പിക്കാൻ റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട്. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് US ടാങ്കുകളെയും സൈനികരെയും കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ സാധിക്കും.